ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിലും ബീഫ് വരട്ടിയത് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നുറുക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിനായി 5 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 15 ചെറിയ ഉള്ളി. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കരിയാപ്പല. ആവശ്യത്തിന് ഉപ്പിടാം. കൈ കൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കർ അടച്ചു വെച്ചു 5 വിസിൽ അടുപ്പിക്കാം. പാൻ ചൂടായി വന്നതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ബാക്കി ഇരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവോള അരിഞ്ഞത്, ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വരട്ടിയെടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇത് നന്നായി പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വന്നു. ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം വറ്റി വന്നതിൻ്റെ അനുസരിച്ച്. അപ്പോൾ വറ്റി വന്ന് കറുത്തിരിക്കണം ഇറച്ചി വരട്ടി വരുമ്പം. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ നല്ല കറുത്ത കളറിൽ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ബീഫ് വരട്ടിയത് ഇതുപോലെ ഈസ്റ്ററിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.